ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കുമുള്ളിൽ ഒരു സ്വപ്നമുണ്ട്. ഒരുപക്ഷെ അത് മലയോളം വലുതാവാം, അല്ലെങ്കിൽ ഒരു ചെറുതുമ്പി പോലെ ചെറുതാവാം. പക്ഷേ നിങ്ങളീ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. പലപ്പോഴും അത് വെറുമൊരു തോന്നൽ മാത്രമാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. യാഥാർത്ഥ്യമാവില്ലെന്ന് വിശ്വസിച്ച് അതിന് നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് സാധ്യമാണ്. നിങ്ങളുടെ സ്വപ്നം പൂവണിയും. സ്വപ്നങ്ങളിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമായിരുന്നില്ലെന്ന് ഈ യാത്രയിൽ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ കൊതിക്കുന്ന ആ സ്വപ്നം സ്വന്തമാക്കാൻ കഠിനമായ പ്രയത്നം ആവശ്യമാണ്. നമ്മൾ നമ്മളെത്തന്നെ സംശയിക്കുന്ന ഒട്ടേറെ നിമിഷങ്ങളുണ്ടാകും. എനിക്കതിനുള്ള കഴിവുണ്ടോ? മറ്റുള്ളവരെപ്പോലെ എനിക്കും മിടുക്കുണ്ടോ? ഇത് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് കെൽപ്പുണ്ടോ? മനം തളർത്തിക്കളയുന്ന അനുഭവങ്ങളുണ്ടാവാം. ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നുന്ന നിമിഷങ്ങൾ, എല്ലാ വഴികളും അടഞ്ഞെന്നു തോന്നുന്ന സാഹചര്യങ്ങൾ, എവിടെയും അംഗീകാരം ലഭിക്കുന്നില്ല, എവിടെയും വില കൽപ്പിക്കുന്നില്ല എന്നു തോന്നുന്ന സമയം. എന്നാൽ തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നേരിടുന്നത്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഓരോ വ്യക്തിയും കടന്നുപോകുന്ന സംശയങ്ങളാണിവ. സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഓരോരുത്തരും നേരിടുന്ന പരാജയങ്ങളാണിവ. എന്നാൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കുന്നത് തോൽവി സമ്മതിക്കാത്തവർ മാത്രമാണ്. കഷ്ടപ്പാടുകളുടെ കാലഘട്ടം വരും, പക്ഷേ അത് കടന്നുപോകും. ആ കാലവും അതിജീവിച്ച് നമ്മൾ മുന്നോട്ടു പോകണം. കാരണം വെറുമൊരു ജീവിതം നയിച്ചു മരിക്കാനല്ല നമ്മൾ ഈ ഭൂമിയിൽ പിറന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. നമ്മുടെ കഥ കേൾക്കുമ്പോൾ അനേകർക്ക് പ്രചോദനമാകണം, അനേകർക്ക് ജീവിക്കാനുള്ള ഊർജം ലഭിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഒരുപാട് പേർ പരാതി പറയും, എനിക്കിതില്ല, എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്റെ കയ്യിൽ പണമില്ല. പരാതിപ്പെടാനാണെങ്കിൽ ആർക്കും എളുപ്പത്തിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. ആർക്കാണ് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ളത്? ആർക്കുമുണ്ടായിട്ടില്ല. അതുകൊണ്ട് പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്കെന്തു ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടെത്തുക. എങ്ങനെ മെച്ചപ്പെടാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കെങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? അധ്വാനിക്കാൻ തയ്യാറാകൂ. ഒരുപക്ഷെ ഒരു കുതിപ്പിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞെന്നു വരില്ല. പല പടവുകൾ കയറേണ്ടി വന്നേക്കാം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഇതിനിടയിൽ ചെയ്യേണ്ടി വന്നേക്കാം. പല ജോലികളും ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പണം കണ്ടെത്താൻ പുതിയ വഴികൾ തേടേണ്ടി വന്നേക്കാം. അതെ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. മറ്റുള്ളവരെന്തു വിചാരിക്കും? ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ടാൽ എന്റെ കൂടെ പഠിച്ചവർ എന്നെ കളിയാക്കും. ഞാനാ ജോലി ചെയ്തു കഴിഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? നമ്മളീ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത്, നമ്മളീ സ്വപ്നം മുഴുവൻ കണ്ടത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എങ്ങനെ കാണും എന്നു നോക്കാനല്ല. ഇത് നമ്മുടെ സ്വപ്നമായതുകൊണ്ടാണ്. ഒരിക്കലൊരു തവള ഒരു മരത്തിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. അത് പലതവണ ചാടി നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. വീണ്ടും ശക്തിയായി ചാടി, എന്നിട്ടും കഴിഞ്ഞില്ല. ചുറ്റും നിന്ന മറ്റു തവളകൾ വിളിച്ചു പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റില്ല, ഒരു തവളയ്ക്ക് മരം കയറാൻ കഴിയില്ല, എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? എന്നിട്ടും ആ തവള വീണ്ടും വീണ്ടും ചാടി. ഒരുപാട് സമയത്ത് പരിശ്രമത്തിനു ശേഷം അത് മരത്തിന്റെ മുകളിലെത്തി. കാരണം ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അതിന്റെ ചുറ്റും നിന്ന് പറഞ്ഞ തവളകളുടെ ശബ്ദം അത് കേട്ടില്ല. ആ തവള മരം കയറാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിന്റെ ചുറ്റുമുള്ളവർ എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിച്ചില്ല. അത് ചെയ്യണമെന്ന് മാത്രമായിരുന്നു. അവന്റെ ചുറ്റുമുള്ള തവളകൾ കൈകൊട്ടുന്നതും കളിയാക്കുന്നതും അവനെ സംബന്ധിച്ച് ഒരു പ്രോത്സാഹനമായിരുന്നു. എല്ലാവരും അവന് ഊർജം നൽകുന്നതുപോലെയാണ് അവന് തോന്നിയത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എങ്ങനെ നിങ്ങളെ വിലയിരുത്തും എന്ന് നിങ്ങൾ വിഷമിക്കരുത്. കാരണം ലോകം എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവർ എപ്പോഴും നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും അത് നിർത്താൻ സാധിക്കില്ല. നമുക്കാകെ ഒരു കാര്യം മാത്രമാണ് നിയന്ത്രിക്കാൻ സാധിക്കൂ. അതിന്റെ പേരിൽ നമ്മുടെ സമയം കളയുന്നത്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. നമ്മുടെ പരിശ്രമമാണെല്ലാം മാറ്റുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണെല്ലാം മാറ്റുന്നത്. നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ ഇന്ധനം. ഓരോ ദിവസവും മുന്നോട്ടു പോകാൻ, ഓരോ ദിവസവും ഊർജ്ജസ്വലമായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ അളിക്കത്തുന്ന സ്വപ്നമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ സമയം പാഴാക്കുന്നത് നിർത്തുക. വെറുതെ യൂട്യൂബിൽ കയറി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർത്തുക. കാരണം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, പഠിക്കുക, പരിശീലിക്കുക,
നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾ വിത്തുകളാണ്. നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് വലിയ കമ്പനികളായിരിക്കാം, ചിലപ്പോൾ വലിയ നേട്ടങ്ങളായിരിക്കാം, ഒരുപക്ഷെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളായിരിക്കാം, വലിയ പരിവർത്തനങ്ങളായിരിക്കാം. നാളെ ലോകത്തിന് മുഴുവൻ പ്രചോദനമാകുന്ന ഒരു വ്യക്തിയായി മാറിയേക്കാം. എന്നാൽ അതിന്റെ എല്ലാം വിത്താണ് നിങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നം. എല്ലാ മരങ്ങളും മുളച്ചുപൊങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. വിത്ത് വളരെ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ അതിന്റെ ശക്തിയെക്കുറിച്ചോ അതിന്റെ സാധ്യതകളെക്കുറിച്ചോ നമ്മൾക്കറിയില്ല. വിത്തുകൾക്ക് ശക്തിയുണ്ട്, സാധ്യതകളുണ്ട്. നിങ്ങളുടെ സ്വപ്നം ഒരു വിത്താണെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാൻ തുടങ്ങുക. നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മുടെ മുൻപിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ സാധാരണ ജീവിതം നയിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ചു മരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം, നമ്മുടെ സ്വപ്നങ്ങളുടെ ജീവിതം, അത് നേടിയെടുക്കാം. സമയം പാഴാക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുക. കഠിനാധ്വാനം ചെയ്യുക.